കോൺഗ്രസ് നേതാവ് ആന്റോ ആന്റണി എംപിക്കെതിരെ വിജിലൻസ് അന്വേഷണം ആരംഭിക്കാൻ ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ട്. ആന്റോ ആന്റണിയും നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ എൻ രാജുവും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് അന്വേഷണ വിഷയമാകുന്നതെന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് സുഭാഷ് തൈക്കാട് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തുന്നത്. പരാതി സ്വീകരിച്ച വിജിലൻസ് ആന്റോ ആന്റണിയുടെയും എൻ രാജുവിന്റെയും മൊഴികൾ രേഖപ്പെടുത്താനും ഇടപാടുകളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക രേഖകൾ വിശദമായി പരിശോധിക്കാനും തയ്യാറെടുക്കുകയാണ്. ഇതിനിടെ എൻ രാജുവിന്റെ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ ആന്റോ ആന്റണിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇഡി ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. 2 കോടി രൂപ ആന്റോ ആന്റണിക്ക് നൽകിയെന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇഡി അന്വേഷണം ആലോചിക്കുന്നത്. ഈ തുക തട്ടിപ്പിലൂടെ സമ്പാദിച്ചതാണെന്ന വിലയിരുത്തലിലാണ് ഇഡി. കേസുമായി ബന്ധപ്പെട്ട് രാജുവിന്റെയും കുടുംബത്തിന്റെയും 44.5 കോടി രൂപ മൂല്യമുള്ള സ്വത്തുക്കൾ ഇഡി നേരത്തെ മരവിപ്പിച്ചിരുന്നു. 2 മാസത്തിനകം തിരികെ നൽകാമെന്ന ഉറപ്പിൽ ആന്റോ ആന്റണി 2 കോടി രൂപ വാങ്ങിയെന്നും 7 വർഷത്തിനിടെ 20 ലക്ഷം രൂപ മാത്രമാണ് തിരികെ നൽകിയതെന്നും രാജു ആരോപിച്ചിരുന്നു. 10 ലക്ഷം രൂപ വീതം 2 ഘട്ടങ്ങളിലായാണ് തുക കൈമാറിയതെന്നും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ ഘട്ടത്തിൽ മകൾ ഉൾപ്പെടെ വീട്ടിലെത്തി പണം ആവശ്യപ്പെട്ടിട്ടും ആന്റോ ആന്റണി നൽകാൻ തയ്യാറായില്ലെന്നും രാജു ആരോപിച്ചിരുന്നു. ഈ ആരോപണങ്ങൾക്ക് മറുപടിയുമായി ആന്റോ ആന്റണി രംഗത്തെത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് സഹായം എന്ന നിലയിലാണ് നെടുമ്പറമ്പിൽ ഫിനാൻസിൽ നിന്ന് പണം സ്വീകരിച്ചതെന്നും പിന്നീട് തിരികെ നൽകിയെന്നുമാണ് എംപിയുടെ വിശദീകരണം. എന്നാൽ എത്ര തുക വാങ്ങിയതെന്നും എത്ര തുക തിരികെ നൽകിയതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നില്ല. 2019 എൻ രാജു കോൺഗ്രസിനൊപ്പം ഉണ്ടായിരുന്നുവെന്നും CPM-നെയും കേരള കോൺഗ്രസിനെയും ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ കക്ഷികളെ സഹായിച്ചിട്ടുണ്ടെന്നും ആന്റോ ആന്റണി പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് ആരോപണങ്ങൾ ഉയർന്നതെന്നും നിയമപരമായി എല്ലാം നേരിടുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടും ആന്റോ ആന്റണിയെ ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം SIT ഒരുങ്ങുകയാണ്. നോട്ടീസ് നൽകി വിളിപ്പിക്കാനാണ് തീരുമാനം. കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പമുള്ള ചിത്രങ്ങളിലെ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നതിനാണ് ചോദ്യം ചെയ്യൽ. പോറ്റിയുമായി ആന്റോ ആന്റണിക്ക് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നോ എന്നും തന്ത്രിയുടെ നിക്ഷേപമുള്ള ബാങ്കിൽ പണമിടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കും.